ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫഞ്ചു ആൻഡ് നിജു. അപ്പോൾ ചക്ക ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇന്ന് ചക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ ചക്ക പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കയും ചക്കക്കുരു ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ജീരകം, തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഒരു കുക്കറിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചക്കയുടെ അളവിന് കറക്റ്റായിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കൂടുതൽ പേസ്റ്റ് പോലെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, ജീരകം, ഇതൊക്കെ മിക്സിയിലൊന്ന് നന്നായി അടിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 4 വിസിലാണ് നമുക്ക് ഈ ചക്ക വെന്ത് കിട്ടാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചക്ക ഏകദേശം പാകമായി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ചക്കയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ചക്കയും ചക്കക്കുരും ഒക്കെ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി തീയൊന്ന് സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചക്ക വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് മാറ്റി വെക്കുമ്പോഴേക്കും വെള്ളമൊക്കെ നന്നായി വറ്റി കുറച്ചുകൂടെ ഡ്രൈ ആവും. നമുക്ക് വറുത്തിടാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പാകത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 കൂടെ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ 3 നന്നായി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നത്. നമുക്കിത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ചക്ക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചക്കയിലെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.